ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലത്തെ കാര്യങ്ങളാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് അതിൻ്റെ ജനറൽ ഫോം z = a + ib ആണ്. കോൺജുഗേറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് അതിൽ വരുന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ z = a + ib ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് z ആണ്, a - ib. അതായത് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. z = 2 + 3a ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 2 - 3a ആണ്. അപ്പോൾ ആകെ ചേഞ്ച് വരുന്നത് ഐ വരുന്ന നമ്പർ പ്ലസ് ഇല്ലത് മൈനസാണ്. ഐ വരാത്ത നമ്പറിന് ചേഞ്ച് ഇല്ല, അതുപോലെ തന്നെ എഴുതാം. താഴെ അതുപോലെ തന്നെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. -4 - 5. ഇവിടെ കോൺജുഗേറ്റ് എന്താ വരിക? -4 അതുപോലെ തന്നെ എഴുതി. -5 ഇല്ലത് +5 ആയി. ഇനി താഴെ z = 2i ആണ്. അവിടെ z എന്ന് പറയുന്നത് ഐ വരുന്ന നമ്പർ എന്താവും? പ്ലസ് ഇല്ലത് മൈനസ്, അപ്പോൾ -2i ആണ് അവിടെ കോൺജുഗേറ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡീഷനും സബ്ട്രാക്ഷനാണ്. അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷൻ, 2 കോംപ്ലക്സ് നമ്പേഴ്സ് തന്നാൽ അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണെന്ന് ചോദിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും, 2 കോംപ്ലക്സ് നമ്പർ തരും, z1 z2, ഫൈൻഡ് z1 + z2 അല്ലെങ്കിൽ z1 - z2 അങ്ങനെയായിരിക്കും ചോദിക്കും. ചിലപ്പം ആഡ് എന്നും ചോദിക്കാം, അല്ലെങ്കിൽ സബ്ട്രാക്ട് എന്നും ചോദിക്കാം. അപ്പോൾ z1 + z2 എന്ന് പറയുന്നത് -2 + 3, അതായത് ഇവിടെ ചെയ്തത് ഐ വരാത്ത നമ്പർ ഒരുമിച്ച് ആഡ് ചെയ്തു, പ്ലസ് ഐ വരുന്ന നമ്പർ ഒരുമിച്ച് ആഡ് ചെയ്തു, ഇതാണ് ചെയ്തത്. അപ്പോൾ -2 + 3 + 5i + 6i. -2 + 3 എന്ന് പറയുന്നത് 1 ആണ്, അതിൻ്റെ ആൻസർ താഴെ എഴുതി. 5i + 6i എന്ന് പറയുന്നത് 11i ആണ്, അത് നമ്മൾ താഴെ എഴുതി. അപ്പോൾ ഇതേപോലെ തന്നെയാണ് സബ്ട്രാക്ഷനും ചെയ്യേണ്ടത്. ഐ വരാത്ത നമ്പേഴ്സ് ഒരുമിച്ച് മൈനസ് ചെയ്യുക, ഐ വരുന്ന നമ്പേഴ്സ് ഒരുമിച്ച് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ അഡീഷൻ്റെ കേസിലും സബ്ട്രാക്ഷൻ്റെ കേസിലും നടുക്കിൽ എപ്പോഴും പ്ലസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സബ്ട്രാക്ഷൻ നോക്കുമ്പോൾ -2 മൈനസ്, ഈ മൈനസ് സബ്ട്രാക്ഷൻ്റെ മൈനസാണ്, 3 + 5i - 6i എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. -2 - 3 എന്ന് പറയുന്നത് എന്താണ്? -2 - 3 എന്ന് പറയുന്നത് -5 ആണ്, പ്ലസ് 5i - 6i എന്ന് പറയുന്നത് ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുമ്പോൾ അവിടെ നെഗറ്റീവ് വരും, അപ്പോൾ -1i എന്ന് വരും. ഇത്രയാണ് നമ്മൾ അഡീഷനും സബ്ട്രാക്ഷൻ്റെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ കുറേ തവണ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈൻഡ് ദ പ്രൊഡക്റ്റ് എന്നായിരിക്കും ചോദിക്കുക. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ചോദിച്ചാലും മൾട്ടിപ്ലൈ എന്ന് ചോദിച്ചാലും നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെയാണല്ലോ? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ പ്രൊഡക്റ്റ് കാണുന്നത് a + b × c + d, ആ ഒരു ഫോർമുല വെച്ചിട്ട് തന്നെയാണ്. a × c + a × d + b × c + b × d. അപ്പോൾ ഈ ഒരു ഫോമിൽ തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 2 + i × 1 - i. ഇവിടെ 2 × 1 + 2 × 2 × -i വരും. ഓക്കെ, അവിടെ മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് നമ്മൾ കൊടുക്കണം. 2 × -i + i × 1 + i × -i. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തത്. എങ്ങനെയാണ്? 2 + i × 1 - i ആയിരുന്നു നമ്മുടെ ചോദ്യം. 2 × 1 എഴുതി, 2 × -i അതും എഴുതി, 1 × i + i × -1. ഓക്കെ, ഇതാണ് നമ്മൾ അവിടെ ചെയ്തത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വയ്ക്കാം. 2 × 1 എന്താ? 2 തന്നെ, പ്ലസ് 2 × -i എന്താ? -2i ആണ്, പ്ലസ് i × 1 1i എന്ന് എഴുതാം, i എന്ന് എഴുതാം. i × -i എന്ന് പറയുന്നത് ഒരു മൈനസ് അവിടെ ഇട്ടു, i × i² ആണ്. ഓക്കെ, i × -i എന്ന് പറയുന്നത് -i² ആണ്, അല്ലെങ്കിൽ -1i² എന്ന് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഐ വരുന്ന നമ്പേഴ്സ് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്പർ അതുപോലെ തന്നെ എഴുതി താഴേക്ക്, പ്ലസ് -2i + i എത്രയാണ്? -i ആണ് അതിൻ്റെ വാല്യൂ. -1i എഴുതിയാലും പ്രശ്നമല്ല. പ്ലസ് ഇനി അടുത്ത സ്റ്റെപ്പിൽ i² വാല്യൂ എത്രയാണ്? -1, അതവിടെ കൊടുക്കുക. അപ്പോൾ -1 × i² എന്താ? -1, അതവിടുത്തെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതി 2 + -i പ്ലസ് -1 × -1 എന്താ? +1 ആണ്, അത് നമ്മൾ എഴുതി. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റും ലാസ്റ്റും ഇങ്ങനെ 2 നമ്പേഴ്സ് വരും,
അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 2 + 1 ആണ് വന്നത്. 2 + 1 എന്താ 3 ആണ്. ആ മൈനസ് ഐ ഇറക്കി എഴുതി. ഇത്രയാണ് മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്ത്. കുറേ തവണ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ -i² വാല്യൂ -1 കൊടുക്കുന്നതും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് നോക്കുക എങ്ങനെ ചെയ്തത് നോക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് എല്ലാതും ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് എവിടെയും പറഞ്ഞത്. നെക്സ്റ്റിലത് മോഡുലസ് ആണ്. ഒരു കോംപ്ലക്സ് നമ്പർ z = x + iy തന്നാൽ മോഡ് സെഡിൻ്റെ ഇക്വേഷൻ √(x² + y² ആണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ z = 3i എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ z = 3i എന്ന് പറയുമ്പോൾ അവിടെ x ഇല്ല. x ഇല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ അവിടെ 0 ആണ്. y മാത്രമാകുമ്പോൾ y എന്താണ് അവിടെ 3 ആണ്. iൻ്റെ ഒപ്പം ഉള്ള നമ്പറാണ് y എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് z എന്ന് പറയുന്നത് √(x² + y². x എന്താണ് 0² + y എന്താണ് 3² = √9 എന്ന് വരും. ഇപ്പോൾ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുക. z = -3 - 2i. ഇവിടെ x എന്ന് പറയുന്നത് -3 ആണ്, y എന്ന് പറയുന്നത് -2. -2 എന്ന് മാത്രം എഴുതിയാൽ മതി, -2i എന്ന് എഴുതരുത്. മോഡ് z = √(-3ൻ്റെ സ്ക്വയർ + -2ൻ്റെ സ്ക്വയർ. ഇനി സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പർ സ്ക്വയർ ചെയ്താലും നമുക്ക് സ്ക്വയർ ചെയ്താൽ അത് പോസിറ്റീവാണ് വരിക. അപ്പോൾ -3ൻ്റെ സ്ക്വയർ എന്താ 9 + -2ൻ്റെ സ്ക്വയർ എന്താ 4. അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് √13 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ മോഡുലസിൻ്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ z = 1 + iയിൽ x എന്ന് പറയുന്നത് 1 ആണ്. i മാത്രമാണെങ്കിൽ അവിടെ yൻ്റെ വാല്യൂ 1 ആണ്. ഇത് നമ്മൾ ചെയ്യണത് മോഡുലസിലും ആംപ്ലിറ്റ്യൂഡിലും മാത്രമാണ് ഇങ്ങനെ എക്സും വൈയും എടുത്ത് എഴുതേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഐ വരുന്ന സ്ഥലത്ത് ഐ തന്നെ ഇടുക. ഓക്കെ, മോഡുലസും ആംപ്ലിറ്റ്യൂഡ് വരുമ്പോഴാണ് ഐ മാത്രം വന്നാൽ അവിടെ വൈ എന്ന് പറയുന്നത് 1ഉം -i ആണ് വന്നതെങ്കിൽ അവിടെ y എന്ന് പറയുന്നത് -1. അത് ശ്രദ്ധിക്കുക, എല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത്, മനസ്സിലാക്കിയിട്ട് മാത്രം പഠിക്കാം. അപ്പോൾ ഇവിടെ √(x² + y² എന്ന് വരും. √(1² + 1 എന്താണ് √2 ആണ്. ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനും ചെയ്യുന്നത്. നെക്സ്റ്റ് ലാസ്റ്റിലത് ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് എന്നും പറയും, ആർഗ്യുമെൻ്റ് എന്ന് പറയും. രണ്ട് പറഞ്ഞാലും തീറ്റയാണ് നമുക്ക് കാണേണ്ടത്. തീറ്റ കാണാൻ ഇക്വേഷൻ tan ഇൻവേഴ്സ് y/x ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്താ വൈ എന്താണെന്ന് എഴുതാം. ഇപ്പോൾ z = -4 - 3iയിൽ എക്സ് എന്ന് പറയുന്നത് -4 ആണ്, വൈ എന്ന് പറയുന്നത് -3. അപ്പോൾ tan ഇൻവേഴ്സ് y എന്താണ് -3/-1. ഇത്ര എഴുതി വെച്ചാൽ മതി. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ളതും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് ലാസ്റ്റ് സെക്ഷൻ പോളാർ ഫോമാണ്. പോളാർ ഫോമിൽ പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിനെ എഴുതുന്ന രീതി പോളാർ ഫോമിലോട്ട് ആക്കുക എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് z = r × cos θ + i sin θ. ഇവിടെ z എന്ന് പറയുന്ന x + iy തന്നാൽ r എന്ന് പറയുന്നത് കാണും, θ എന്ന് പറയുന്നത് കാണും. r എന്ന് പറയുന്നത് നമ്മുടെ മോഡുലസ് തന്നെയാണ്, √(x² + y². അതാണ് നമ്മുടെ r എന്ന് പറയുന്നത്. θ എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡാണ്, അതാണ് tan ഇൻവേഴ്സ് y/x. അപ്പോൾ നമ്മൾ പോളാർ ഫോമിലെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം എന്നും ചോദിക്കാം. ഓക്കെ, ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. z = 5 + 2iനെ പോളാർ ഫോമിലോട്ട് എഴുതാൻ x എന്ന് പറയുന്നത് 5 ആണ്, y എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ r എന്ന √(5² + 2² എന്ന് വരും. 25 + 9 25 + 4 എന്ന് പറയുന്നത് √29 എന്ന് വരും. ഇതേപോലെ തീറ്റ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് y/x ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് 2/5 എന്ന്. അപ്പോൾ പോളാർ ഫോം ആറിൻ്റെ വാല്യൂ എത്രയാണ് √29 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആറിൻ്റെ സ്ഥാനത്ത് √29 കൊടുത്താൽ കോസ് തീറ്റ എന്തെന്ന് കിട്ടിയിട്ടുണ്ട് tan ഇൻവേഴ്സ് 2/5. tan ഇൻവേഴ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ കണ്ടാൽ ആ ഡിഗ്രി അവിടെ എഴുതുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. tan ഇൻവേഴ്സ് 2/5 + i sin tan ഇൻവേഴ്സ് 2/5. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈൻസിൻ്റെ സ്ലോപ്പ്, ലൈൻസിൻ്റെ ഇക്വേഷൻ, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സ്ലോപ്പ് എന്താണ്. സ്ലോപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന m എന്നാണ്. സ്ലോപ്പ് കാണാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്, അതായത് tan θയും y2 - y1/x2 - x1. tan θ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ആംഗിളാണ് തന്നതെങ്കിൽ
സ്ലോപ്പ് കാണാൻ ഇക്വേഷനാണ് ടാൻ തീറ്റ. ഇപ്പോൾ ക്വസ്റ്റിൽ 2 പോയിന്റ് തന്നു എന്നിട്ട് ആ ലൈൻസിൻ്റെ ഇടയിലില്ല സ്ലോപ്പ് കാണാനാണെങ്കിലാണ് y2 - y1 / x2 - x1. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് വിത്ത് ആംഗിൾ ഓഫ് ഇൻക്ലൈനേഷൻ 45 ഡിഗ്രി. അപ്പോൾ ഇവിടെ ആംഗിളാണ് തന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? m = tan തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 45 ആണ്. m = tan 45 എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഫൈൻഡ് ദ സ്ലോപ്പ് ഇഫ് 2 പോയിൻറ്റ്സ് 2, 3 and 4, -2 2 പോയിന്റ് തന്നിട്ടുണ്ട്. അവർക്കിടയിലെ സ്ലോപ്പ് കാണാനാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് തരുന്ന പോയിൻ്റാണ് x1, y1. ഫസ്റ്റ് തരുന്ന പോയിൻ്റ് x1, y1. രണ്ടാമത് തരുന്ന പോയിൻ്റാണ് x2, y2. അപ്പോൾ ഇവിടെ നമ്മുടെ m = y2 - y1 / x2 - x1 ആണ്. x1 എന്ത് കൊടുക്കുക? x1 എന്ന് പറയുന്നത് 2 ആണ്, y1 എന്ന് പറയുന്നത് 3 ആണ്, x2 എന്ന് പറയുന്നത് 4 ആണ്, y2 എന്ന് പറയുന്നത് -2. അപ്പോൾ y2 - y1. അപ്പോൾ -2 - 3 ഡിവൈഡഡ് ബൈ 4 - 2 ഇതാണ് വരിക. അപ്പോൾ x1, y1, x2, y2 ഒക്കെ മനസ്സിലാക്കിയാൽ ആ ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇനി -2 - 3 എന്ന് പറയുന്നത് എത്രയാ? -5 ആണ്. ഡിവൈഡഡ് ബൈ 4 - 2 2 ആണ്. അപ്പോൾ -5/2 ആണ് അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം. അതായത് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കണം. ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ 4 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റത്തെ മെത്തേഡാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് മെത്തേഡ്. അതായത് y = mx + c. ഇത് എപ്പോഴും ഉപയോഗിക്കേണ്ടത്? സ്ലോപ്പും ഇൻ്റർസെപ്റ്റും ആണ് നമുക്ക് തരുന്നത്. സ്ലോപ്പും y ഇൻ്റർസെപ്റ്റും ആണ് നമുക്ക് തരുന്നതെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. y = mx + c. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ വിത്ത് സ്ലോപ്പ് 2/3 ആൻഡ് y ഇൻ്റർസെപ്റ്റ് 1. അപ്പോൾ ഇവിടെ m എന്താ? 2/3 ആണ്. c എന്താണ്? y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് c, അത് 1 എന്ന് എഴുതി. y = mx + c ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ y = m ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 2/3 x + 1. അപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ നിങ്ങൾക്കൊരു 3 മാർക്കാണെങ്കിൽ 2 മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി അതിൽ കൂടുതൽ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, 1/1 ഇട്ട് കൊടുക്കുക. 2x × 1 എന്താണ്? 2x + 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 1. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് താഴെ നമുക്ക് ആ നമ്പർ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ താഴെ വരുന്ന നമ്പറിനെ നമ്മൾ y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3y = 2x + 3 നമുക്ക് = 0 എന്ന് പറയുന്ന ഫോമിലേക്കാണ് എത്തിക്കേണ്ടത്. അപ്പോൾ 3y - 2x + 3 ഉള്ളത് സൈഡ് മാറുമ്പോൾ -3 ആയി, +2x ഉള്ളത് സൈഡ് മാറിയപ്പോൾ -2. അപ്പോൾ 3y - 2x - 3 = 0. ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾക്ക് ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത്. അതായത് = 0 എന്ന് പറയുന്ന ഫോമിലേക്ക് എത്തിക്കണം. അപ്പോൾ രണ്ട് ടേംസ് =ൻ്റെ സൈഡിലുണ്ടെങ്കിൽ എല്ലാ ടേംസും ഒരു സൈഡിലോട്ട് മാറ്റണം. സൈഡ് മാറ്റുമ്പോൾ പ്ലസ് ഉള്ളത് മൈനസ് ആവും, മൈനസ് ഉള്ളത് പ്ലസ് ആവും. നെക്സ്റ്റ് മെത്തേഡാണ് സ്ലോപ്പ് പോയിൻ്റ് ഫോം. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. y - y1 = m × x - x1. അപ്പോൾ ഇവിടെ എമ്മും ഒരു പോയിൻറ്റും, അതായത് സ്ലോപ്പും ഒരു പോയിൻറ്റും നിങ്ങൾക്ക് തരും. അപ്പോഴാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ m എന്ന് പറയുന്നത് 1/2 തന്നിട്ടുണ്ട്. പോയിന്റ് എന്ന് പറയുന്നത് x1, y1 എന്ന് പറയുന്നത് 2, 3. അപ്പോൾ ആ പോയിന്റ് സ്ലോപ്പൊക്കെ എടുത്ത് എഴുതുക. ഇനി ആ ഇക്വേഷനിൽ കൊടുക്കുക. y - y1 എത്ര എവിടെ? 3 = m × m എത്ര എവിടെ? 1/2 × x - x1 എത്രയാണ്? 2. ഇനി താഴെ 2 × y - 3 = 1 × x - 2. അതായത് താഴെ നമ്മൾ നമ്പർ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-നെ എന്ത് ചെയ്തു? y - 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ y-നെ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് പോരും. ഓക്കെ, അപ്പോൾ 2 × y - 3 = 1 × x - 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇനി ചെയ്യേണ്ടത് ആ നമ്പർ, പുറത്തുള്ള നമ്പറിനെ നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ. 2 × y 2y -2 × 3 6 മൈനസ് ഒരു തവണ ഇട്ടാൽ വീണ്ടും മൈനസ് ഇടരുത്. 1 × x x -1 × 2 2 അതാണ് അവിടെ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തുള്ള നമ്പറിനെ ഉള്ളിലോട്ട് അതാണ് ആ സ്റ്റെപ്പ് മനസ്സിലാക്കുക. പുറത്തൊരു നമ്പർ വന്ന് അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് മനസ്സിലാക്കുക, അത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? =0 ആക്കണം. അപ്പോൾ ഇവിടെ +x സൈഡ് മാറുമ്പോൾ -x ആവും, -2 സൈഡ് മാറുമ്പോൾ +2 ആവും. അങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് ഓർഡർ ആക്കണം. ഇപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും ഇടയിലൊക്കെ നമ്പേഴ്സ് കാണാൻ പറ്റും. ഇനി ചെയ്യണത് ഈ എക്സും വൈയും ഒരുമിച്ച് എഴുതുകയാണ്. അവിടെ പ്ലസ്സും മൈനസും ഒന്നും മാറ്റുന്നില്ല, ആ നമ്പറുകൾ അതുപോലെ എഴുതുകയാണ്. 2y തന്നെ എഴുതി, -x തന്നെ എഴുതി,
-6 + 2, അതായത് നമ്പറുകൾ ഒരുമിച്ചും വേരിയബിൾ ഒരുമിച്ചും എഴുതി. 2y - x -2x -6 + 2, 2y - x -6 + 2 എത്രയാ? -4 ആണ്, ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ആകെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈക്വൽ ടു 0 ഒക്കെ, ഇതാണ് ചെയ്യുന്നത്. ഇനി അടുത്ത മെത്തേഡ് 2 പോയിൻ്റ് ഫോം ആണ്. 2 പോയിൻ്റ് ഫോം എന്ന് വെച്ചാൽ എപ്പോഴാണ് നിങ്ങളിങ്ങനെ മനസ്സിലായി, 2 പോയിൻ്റ് തന്നു, ഫൈൻഡ് ദി ഇക്വേഷൻ, ബാക്കി അവിടെ എന്തും എഴുതിക്കൊണ്ട് ഫൈൻഡ് ദി ഇക്വേഷൻ ചോദിച്ചാൽ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. 2 പോയിൻ്റ് തന്നു, അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? ഒരു പോയിൻ്റ് ഒരു സ്ലോപ്പ് തന്നു, അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, -1 ആൻഡ് 4, 5. അപ്പോൾ ഇവിടെ x1, y1, x2, y2 ഒക്കെ ഏതാ മാർക്ക് ചെയ്യുക. അപ്പോൾ y തന്നെ എഴുതി, മൈനസ് ഇവിടെ y1 എത്രയാ? -1. അപ്പോൾ അവിടെ y1 എന്ന് പറയുന്നത് -1 ആണ്, അപ്പോൾ അതവിടെ കൊടുത്തു. ഓക്കെ, -1. y2 എത്രയാണ്? 5 ആണ്. 5 മൈനസ് y1 എത്രയാ? -1 ഡിവൈഡഡ് ബൈ x2 എത്രയാ? 4 മൈനസ് x1 2 ഇൻറ്റു x മൈനസ് x2 എത്രയാ? x മൈനസ് x1 എത്രയാ? 2. ഇനി അടുത്ത സ്റ്റെപ്പിൽ മൈനസ് വന്നാൽ അപ്പോൾ തന്നെ അത് പ്ലസ് ആക്കിക്കോളുക നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അപ്പോൾ ഇവിടെ മൈനസ് ഇതായി പ്ലസ് ആയി. y + 1 ഈക്വൽ ടു ഇവിടെ അതുപോലെ തന്നെ 5 + 1 എത്രയാ? 6/2 ഇൻറ്റു x - 2. y + 1 ഈക്വൽ 6/2 എന്ന് പറയുന്നത് 3 ആണ്, ഇൻറ്റു x - 2. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, y + 1 ഈക്വൽ ടു, ഇനി അടുത്തെന്താണ്? പുറത്ത് നമ്പർ വന്നാൽ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × x 3x - 3 × 2 6. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ബാക്കി എല്ലാതും ചെയ്യുന്നത്. ഓർഡർ ആക്കി എഴുതുക, ഈക്വൽ ടു 0 വെക്കുക. ഓക്കെ, ഈ ഒരു മെത്തേഡ് നമുക്ക് 6/2ൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, പോയിൻ്റ് അല്ല, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എഴുതിയത്. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ താഴെയുള്ള ഈ നമ്പറിനെ y + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെയാണ് വരിക. ഓക്കെ, 2 രീതിയിൽ ചെയ്താലും സെയിം ആൻസർ. 2 വെച്ചിട്ട് 2നെ y + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6 ഇൻറ്റു x - 2. അപ്പോൾ പുറത്തുള്ള നമ്പറിനെ 2 × y 2y + 2 × 1 2, 6 × x 6x - 6 × 2 12. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇപ്പോൾ 2y + 2 മൈനസ് ബാക്കിയൊക്കെ സെയിം തന്നെ. +6 സൈഡ് മാറിയപ്പോൾ -6 ആയി, -12 സൈഡ് മാറിയപ്പോൾ +2 ആയി. പിന്നെ ഉള്ളത് ഓർഡർ ആക്കിയിട്ട് എഴുതി, നമ്പർ ഒരുമിച്ച് എഴുതി, ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ചെയ്തത്. ഇനി ലാസ്റ്റ് ഇക്വേഷൻ ഇതല്ല മെത്തേഡാണ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് വെച്ചാൽ x/a + y/b = 1. അതായത് 2 x ഇൻ്റർസെപ്റ്റും y ഇൻ്റർസെപ്റ്റും തന്നാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ ഇവിടെ ഈ ഇൻ്റർസെപ്റ്റ് ഫോമിൽ തന്നെ 3 കേസ് ഉണ്ട്. ഒന്ന്, 2 ഇൻ്റർസെപ്റ്റും ഡയറക്റ്റ് തന്നാൽ എങ്ങനെ ചെയ്യുന്നു? ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് x ഇൻ്റർസെപ്റ്റ് 2 തന്നിട്ടുണ്ട്, y ഇൻ്റർസെപ്റ്റ് 3 തന്നിട്ടുണ്ട്. അപ്പോൾ a എന്ന് പറയുന്നതാണ് x ഇൻ്റർസെപ്റ്റ്, അത് 2 തന്നിട്ടുണ്ട്. b എന്ന് പറയുന്നതാണ് y ഇൻ്റർസെപ്റ്റ്, അത് 3 തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആ വാല്യൂ ഇവിടെ കൊടുക്കാം. x/2 + y/b എന്താണ്? 3 ആണ്, ഈക്വൽ ടു. ഇനി ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. x × 3 3x ആണ്, പ്ലസ് 3x എന്ന് എഴുതണം, x3 എന്ന് എഴുതരുത്, നമ്പർ വേണം മുന്നിൽ എഴുതാം. പ്ലസ് 2 × y 2y ഡിവൈഡഡ് ബൈ 2 × 3 6. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ ചെയ്ത് ഈക്വൽ ടു. നമ്മൾ നേരത്തെ പറഞ്ഞു താഴെ നമ്പർ ഉണ്ടാകാൻ പാടില്ല. ഈ താഴെ വരുന്ന നമ്പർ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് 3x + 2y ഈക്വൽ ടു 1 × 6 എന്താ? 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് +6 ഉള്ളത് സൈഡ് മാറിയപ്പോൾ -6 ആയി. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി കേസ് 2 എന്ന് പറയുന്നത് ഒരു ഇൻ്റർസെപ്റ്റ് തന്നു, മറ്റേ ഇൻ്റർസെപ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പോയിന്റ് എക്സ്ട്രാ തരും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് x ഇൻ്റർസെപ്റ്റ് 5 എന്ന് തന്നിട്ടുണ്ട് ആൻഡ് പാസിംഗ് ത്രൂ 4, 3. അപ്പോൾ ഇവിടെ x ഇൻ്റർസെപ്റ്റ് അതായത് a എന്ന് പറയുന്ന 5 തന്നിട്ടുണ്ട്, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, xy ആണ് ആ പോയിന്റ്, 4, 3. b എന്ന് പറയുന്നത് തന്നിട്ടില്ല, അതായത് y ഇൻ്റർസെപ്റ്റ് തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാൻ. അപ്പോൾ ഇവിടെ x/5 + y/b = 1. അതായത് x/aൻ്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുത്തു, y/bൻ്റെ സ്ഥാനത്ത് b തന്നെ കൊടുത്തു, ഈക്വൽ ടു 1. ഇനി നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് എക്സും വൈയും, അതാണ് 4, 3. ആ വാല്യൂസ് ആ ഇക്വേഷനിൽ കൊടുക്കാം. എക്സിന് 4 എന്ന് കൊടുത്തു, വൈക്ക് 3 എന്ന് കൊടുത്തു. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ ചെയ്തത്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 4 × b 4b + 5 × 3 15 ഡിവൈഡഡ് ബൈ 5 × b
5b. ഇനി ചെയ്യുന്നത് താഴെ വരുന്ന ഈ നമ്പറിനെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 4b + 15 = 5b എന്ന് കിട്ടും. നമുക്ക് ബീൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബി വരുന്ന ടേം നമ്മൾ ഒരുമിച്ചാക്കുക. ഓക്കെ, ബി വരുന്ന ടേം നമ്മൾ ഒരുമിച്ച് മാറ്റി എഴുതാം. 15 = 4b സൈഡ് മാറിയപ്പോൾ -4b ആയി. അപ്പോൾ ഇവിടെ 15 = 5b - 4b എന്ന് പറയുന്നത് ബി ആണ്. ഇങ്ങനെ എക്സിൻ്റെ ഇങ്ങനെ ബീൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. എത്രയാണ്? b = 15. എൻ്റെ ബീൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് x/a എന്താണ് 5, b എന്താണ് 15. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും x/5 + y/15 = 1. ഇനി വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ഇക്വേഷൻ എഴുതാം. ഓക്കെ, പിന്നെ അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആ മെത്തേഡിൽ വരുന്നത്. ഇനി നെക്സ്റ്റിൽ വരുന്നത് 2 ഇൻ്റർസെപ്റ്റും തരാത്തപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തു. അതായത് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഹിൻറ്റ് തരും. അതായത് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹൂസ് എക്സ് ഇൻ്റർസെപ്റ്റ് ഈസ് 3 times y ഇൻ്റർസെപ്റ്റ് ആൻഡ് പാസിംഗ് ത്രൂ 3,2. അപ്പോൾ ഇവിടെ ഇതാണ് തന്നത്. എക്സ് ഇൻ്റർസെപ്റ്റ് അതായത് എ എന്ന് പറയുന്നത് എന്തിനോടാണ് ഈക്വൽ? 3 times y ഇൻ്റർസെപ്റ്റ്. 3 times എന്ന് വെച്ചാൽ 3 × എന്നാണ്. y ഇൻ്റർസെപ്റ്റ് എന്താണ്? ബി ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 3b തന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട് x, y എന്താണ്? 3,2. ഇനി x/a + y/b = 1 ആണ് നമ്മുടെ ഇക്വേഷൻ. ഇൻ്റർസെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അതാണ്. ഇനി എക്സ് എന്ന് പറയുന്നത് ഇവിടെ 3 എന്നുണ്ട്. എക്ക് നമ്മൾ എന്ത് കൊടുക്കുക? 3b എന്ന് കൊടുക്കുക. +2/b = 1. ഇവിടെയും നമ്മൾ വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. 3 × b + 3b × 2 / 3b × b. അതാണ് നമ്മളവിടെ ചെയ്തത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 3 × b 3b + 3b × 2 6b / 3b × b. b × b എന്താണ്? b². b × b b² ആണ്. അപ്പോൾ 3b × b എന്ന് പറയുമ്പോൾ 3b² എന്ന് വരും. ഓക്കെ ആണല്ലോ? = 1. ഇനി നമ്മൾ എന്താ ചെയ്യുക? 3b + 6b എന്ന് പറയുന്നത് 9b ആണ്. അപ്പോൾ നമുക്ക് 3b/6b എന്ന് പറയുന്നത് 9b എന്ന് കിട്ടും. 9b/3b². ഇവിടെ 9/3 എത്രയാണ്? 3 ആണ്. മുകളിലൊരു b ഉണ്ട്, താഴെ 2 b ഉണ്ട്. അപ്പോൾ മുകളിലത്തെ ഒരു ബിയും താഴത്തെ ഒരു ബിയും ക്യാൻസൽ ചെയ്താൽ ബാക്കി 3/b = 1 ആണ്. അപ്പോൾ ഈ ബീനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 3 = b × 1 എന്താ? b. അപ്പോൾ ബീൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. അപ്പോൾ ബീൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് എന്താണ്? 3b ആണ്. 3 × b എത്ര കിട്ടി? 3 എന്ന് കിട്ടി. 3 × 3 9. വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ഇനി എഴുതുമ്പോൾ പിന്നെ എക്സിനും വൈക്കും വാല്യൂ കൊടുക്കരുത്. നമ്മൾ എക്സിന് വൈക്ക് വാല്യൂ കൊടുക്കുന്നത് എപ്പോഴാണ്? എയും ബിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സിനും വൈക്കും വാല്യൂ കൊടുക്കുന്നത്. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എക്സിനും വൈക്ക് വാല്യൂ കൊടുക്കരുത്. ഓക്കെ, വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ഇക്വേഷൻ എഴുതാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. 2 ലൈൻസിൻ്റെ ഇടയിലെ ആംഗിൾ എങ്ങനെ കാണാമെന്നാണ്. സ്ലോപ്പ് ആയിരിക്കും അവർ തരിക. ഓക്കെ, സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ കാണാൻ ഇക്വേഷൻ tan ഇൻവേഴ്സ് m1 - m2/1 + m1 × m2 ആണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് വിത്ത് സ്ലോപ്പ് √3 ആൻഡ് 1/√3. ഇവിടെ m1 എന്ന് പറയുന്നതാണ് √3, m2 എന്ന് പറഞ്ഞാൽ 1/√3. അതായത് ഫസ്റ്റ് തരുന്ന സ്ലോപ്പാണ് m1, രണ്ടാമത് തരുന്നത് m2. ഇക്വേഷൻ ഡയറക്റ്റ് കൊടുക്കുക. tan ഇൻവേഴ്സ് m1 - m2 എന്ന് പറഞ്ഞാൽ √3 - 1/√3 / 1 + √3 × 1/√3. ഇവിടെ വീണ്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. /1 കൊടുക്കുക. -1 × √3. 1 × √3 എന്താ? ഇവിടെ √3/1 - 1/√3 എന്ന് വരും. √3 × √3 മൈനസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തത്. 1 × 1 / 1 × √3 എന്ന് വരും. അപ്പോൾ മുകളിൽ √3 × √3 3 ആണ്. -1/√3. താഴെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 + √3 × 1/√3. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ വന്നാൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ √3 × √3 നമുക്ക് ക്യാൻസൽ ചെയ്യാം അവിടെ നിന്ന്. അപ്പോൾ ബാക്കി വരുന്നത് 1 + 1 ആണ്. 1 + 1 എന്താണ്? 2 ആണ്. 3 - 1 മുകളിൽ വരുന്നത് 3 - 1 എന്താണ്? 2 / √3/2. 2 × 2 ക്യാൻസൽ ചെയ്താൽ ബാക്കി tan ഇൻവേഴ്സ് 1/√3 നമുക്ക് കിട്ടും. ഓക്കെ, കാൽക്കുലേഷൻ ആണ് അവിടെ ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് പാരലൽ ലൈൻ്റെ ഇക്വേഷൻ എഴുതാനും പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ എഴുതാനാണ് നെക്സ്റ്റ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇവിടെ
ഒരു ഇക്വേഷൻ തന്നു, അതിന് പാരലലായിട്ട് വേറൊരു ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ആകെ നമ്മൾ ചെയ്യേണ്ടത് ax + by + c = 0 നമുക്ക് തന്ന ക്വസ്റ്റ്യന് അതിന് പാരലലായിട്ട് ഒരു ലൈൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ ax + by + k = 0. അതായത് ലാസ്റ്റത്തെ നമ്പർ മാത്രമേ ചേഞ്ച് ആവുള്ളൂ പാരലൽ എഴുതുമ്പോൾ. അതിന് വേണ്ടിയിട്ട് കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോയിൻറ്റും എക്സ്ട്രാ തരും. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ 3x + 2y + 6 = 0 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് പാരലലായിട്ട് ഇക്വേഷൻ എഴുതാനാണ് ചോദ്യമെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഈ 3x + 2y അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, അതിന് മാറ്റമല്ല. 3x + 2y + k = 0. ആകെ ചേഞ്ച് വരുന്ന ലാസ്റ്റത്തെ ഈ 6 വേറെ ഏതെങ്കിലും നമ്പറായിട്ട് മാറും. ആ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ വേറൊരു പോയിൻറ്റും അവിടെ തരുന്നത്. അപ്പോൾ പാരലൽ ലൈൻ ഹാസ് എ ഫോം 3x + 2y + k = 0. ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സിന് വൈക്കും തന്ന വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 × 1 + 2 × 1 + k = 0 എന്ന് കിട്ടും. 3 × 1 3 ആണ്, + 2 × 1 2 ആണ്, + k = 0. 3 + 2 5 + k = 0 എന്ന് കിട്ടും. കെൻ്റെ വാല്യൂ -5 ആണ്. അങ്ങനെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷനിൽ, അതായത് നമുക്ക് പാരലൽ ലൈൻ്റെ ഫോം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് പാരലൽ ലൈൻ്റെ ഇക്വേഷൻ. ഇതിൽ കെൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? -5. അപ്പോൾ 3x + 2y 3x + 2y -5 = 0 നമുക്ക് കിട്ടും. ഓക്കെ, 3x + 2y കെയ്ക്ക് എന്ത് കൊടുക്കുക? -5 = 0. ഇതാണ് നമ്മുടെ പാരലൽ ലൈൻ്റെ ഇക്വേഷൻ. പക്ഷേ പെർപെൻഡിക്കുലർ എഴുതുമ്പോൾ നമുക്ക് വ്യത്യാസമുണ്ട്. പെർപെൻഡിക്കുലർ ലൈൻ്റെ ഫോം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ്റെ ഫോം bx - ay + k = 0. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അവിടെ എയും ബിയും എന്താണെന്ന് മനസ്സിലാക്കണം. എക്സിൻ്റെ മുന്നിലുള്ള നമ്പറാണ് എ, വൈൻ്റെ മുന്നിലുള്ള നമ്പറാണ് ബി, ലാസ്റ്റ് നമ്പറാണ് സി. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് പെർപെൻഡിക്കുലർ ലൈൻ എഴുതുമ്പോൾ എ എന്താ ബി എന്താന്ന് ആദ്യം എഴുതി വെക്കണം. പാരലൽ ആകുമ്പോൾ ആ പ്രശ്നമല്ല. ax + by, അതായത് എക്സ് തൊട്ട് വൈ വരെയുള്ള ആ ടേംസ് പാരലൽ സെയിം തന്നെയാണ്. ക്വസ്റ്റ്യൻ എന്താണോ അത് തന്നെയാണ് എക്സും വൈയും വരുന്നത്. ലാസ്റ്റ് നമ്പർ മാത്രമേ ചേഞ്ച് ഉള്ളൂ. അത് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ ആണല്ലോ. പക്ഷേ പെർപെൻഡിക്കുലർ ചെയ്യുമ്പോൾ എയും ബിയും എന്താണെന്ന് ആദ്യം എടുത്ത് എഴുതണം. എക്സിൻ്റെ മുന്നിൽ വരുന്നതാണ് എ, അപ്പോൾ എക്സ് എത്രയാണ്? 3. വൈൻ്റെ മുന്നിൽ വരുന്നതാണ് ബി. അപ്പോൾ അവിടെ വൈൻ്റെ മുന്നിൽ മൈനസ് ആണ്, അപ്പോൾ അതിൻ്റെ ബീൻ്റെ വാല്യൂ -1 ആണ് അവിടുത്തെ വാല്യൂ. ഇനി ഇതാണ് നമ്മുടെ ഇക്വേഷൻ. bx - ay + k = പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ ഇതാണ്. ബീൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? -1 കൊടുക്കുക. -1 × x മൈനസ് എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 3 എന്ന് കൊടുക്കുക. 3y + k = 0. ബാക്കിയൊക്കെ നമ്മൾ പാരലൽ ചെയ്ത പോലെ തന്നെയാണ് വീണ്ടും ചെയ്യേണ്ടത്. എക്സിന് വൈക്കും അവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, 2 1. എക്സ് ഇവിടെ 2 ആണ്, വൈ ഇവിടെ 1 ആണ്. അപ്പോൾ -1 × 2 - 3 × 1 + k = 0. -1 × 2 -2 ആണ്, -3 × 1 -3 ആണ്, + k = 0. -5 + k = 0. കെൻ്റെ വാല്യൂ എന്താണ്? പ്ലസ് ഉള്ളത് സൈഡ് മാറിയപ്പോൾ മൈനസ് ഉള്ളത് പ്ലസ് ആയി, മൈനസ് ഉള്ളത് സൈഡ് മാറിയപ്പോൾ പ്ലസ് ആയി. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. -1 × 2 -2 ആണ്, -3 × 1 + k = 0 ആണ്. അപ്പോൾ -2 -3 + k = 0 എന്ന് കിട്ടും. -y + k = 0 എന്ന് കിട്ടും. k = -5 ഉള്ളത് സൈഡ് മാറിയപ്പോൾ +5y. കെൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ, അതായത് ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇവിടെ കെയ്ക്ക് എന്ത് കൊടുക്കുക? 5 എന്ന് കൊടുക്കുക. അതാണ് ഇവിടെ ഈ എഴുതിയത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഉള്ളത് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ഡെൽറ്റ കാണണം, Δ1 കാണണം, Δ2 ആണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു. അപ്പോൾ നമുക്ക് ഓർഡർ അല്ല തന്നതെങ്കിൽ, അതായത് ഈക്വൽ ടു കഴിഞ്ഞിട്ട് നമുക്കൊരു നമ്പറാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം x + y = 2. ഇതുപോലെ ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഒരു നമ്പറാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ചില ക്വസ്റ്റ്യനിൽ ഓർഡർ മാറ്റിയിട്ട് ചോദിക്കാം. ഓക്കെ, പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ തന്ന ക്വസ്റ്റ്യൻ ആദ്യം നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യണം. അപ്പോൾ ഈക്വൽ ടു കഴിഞ്ഞിട്ട് നമുക്ക് നമ്പറാണ് വേണ്ടത്.
ഇപ്പോൾ നമ്പർ അല്ലാത്ത ബാക്കി ടേം നമുക്ക് ഈ സൈഡിലോട്ട് മാറ്റാം. -x ഉള്ളത് സൈഡ് മാറുമ്പോൾ പ്ലസ് എക്സ് എഴുതില്ല, കാരണം പോസിറ്റീവ് ആണെന്ന് ഉദ്ദേശിക്കണം. അപ്പോൾ x + y = 430. ഇവിടെ നമുക്ക് ഈക്വൽ ടു വേണ്ടി നമ്പർ മാത്രമല്ല 2x ഉണ്ട്. അപ്പോൾ ഈ 2x നമുക്ക് ഇങ്ങോട്ട് മാറ്റുമ്പോൾ പ്ലസ് ഉള്ളത് സൈഡ് മാറുമ്പോൾ -2x. ഇവിടെ y എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് നിട്ടത്. ഓക്കെ, = 3 നിട്ടി. ഇനി ഡെൽറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിൽ എക്സിൻ്റെ മുന്നിലുള്ള നമ്പേഴ്സാണ്. ഏതാണ് അവിടെ? എക്സ് മാത്രമാണെങ്കിൽ അവിടെ മുന്നിലുള്ള നമ്പർ 1 ആണ്. ഇനി താഴെയോ -2 ആണ്, അത് എഴുതി. y മാത്രമാണെങ്കിൽ അവിടെ മുന്നിലുള്ള നമ്പർ ഏതാ? 1 ആണ്. അപ്പോൾ അവിടെ -1 1 -2 1 1 എന്ന് എഴുതി. ഇനി ഡിറ്റർമിനൻറ്റ് കാണാനാണ് ഇക്വേഷൻ. അപ്പോൾ 1 × 1 എന്താ? 1. മൈനസ് ആണ് നടുക്കിൽ എഴുതേണ്ടത്. -2 × 1 എന്താ? 1 × 1 എന്ന് എഴുതി. -2 × 1 1 -2. അതായത് ABCD ഡിറ്റർമിനൻറ്റ് കാണാൻ A × D - B × C നമ്മൾ എഴുതിയതാണ് ഡിറ്റർമിനൻറ്റ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 1 - അപ്പോൾ എന്താ? മൈനസ് പ്ലസ് ആയി. ഇതുപോലെ തന്നെ താഴെയുള്ളത് നമ്മൾ ഡിറ്റർമിനൻറ്റ് കാണാം. 4 × 1 എന്താ? 4 × 1 -3 × 1. നടുക്കിൽ എപ്പോഴും മൈനസാണ് വരും. 2 മൈനസ് ഉണ്ടാകുമ്പോഴാണ് ഇത് പ്ലസ് ആയി വന്നത്. ഓക്കെ, അപ്പോൾ 4 × 1 4 ആണ്, -3 × 1 3. 4 - 3 എത്രയാണ്? 1 നിട്ടി. ഇതേപോലെ തന്നെയാണ് താഴെ നമ്മൾ ചെയ്തത്. 1 × 3 -2 × 4. അപ്പോൾ 3 + 8 എത്രയാണ്? 11. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഡെൽറ്റയും Δ1 Δ2 കിട്ടിക്കഴിഞ്ഞാൽ എക്സ് കാണാനുള്ള ഇക്വേഷൻ Δ1/Δt, y കാണാനുള്ള ഇക്വേഷൻ Δ2/Δt ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് Δ1 എത്രയാണ്? 1/Δ1 1 ഡെൽറ്റയോ 3, y = 11/3 എന്ന് കിട്ടും. ഇനി അടുത്തതിൽ കൺകറൻറ്റ് ലൈൻസ്. കൺകറൻറ്റ് ലൈൻസ് എന്ന് വെച്ചാൽ 3 ലൈൻസ് തന്നിട്ട് ഈ ലൈൻസ് കൺകറൻ്റ് ആണെന്ന് ചോദിച്ചാൽ തന്ന ആ 3 ലൈൻസിൻ്റെ 2 ലൈൻസ് എടുത്തിട്ട് ആ 2 ലൈൻസിനെയും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ല, അതുപോലെ കണ്ടിട്ട് ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടിയത്, അതായത് എക്സും വൈയും മൂന്നാമത് നമ്മൾ എടുക്കാത്തൊരു ലൈൻ ഉണ്ട്, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അത് കൺകറൻ്റ് ആണ്. കിട്ടുന്നില്ലെങ്കിൽ കൺകറൻ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റുള്ളത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതായത് ഒരു പോയിൻറ്റും ഒരു ലൈനും തന്നിട്ട് അവരുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ ഫോർമുല am + bn + c √a² + b². ഇവിടെ മോഡുലസ് ആണ് ഇത്. അതായത് നെഗറ്റീവ് വന്നാലും നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ എന്താവും? പോസിറ്റീവ്, കാരണം ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ലൈൻ 4x + 3y - 2 = 0 to the point 1 1. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എക്സിന് മുന്നിലുള്ള നമ്പർ എത്രയാണ്? 4 ആണ്. ബി എന്ന് പറയുന്നത് 3 ആണ്. സി എന്ന് പറയുന്നത് -2. തന്ന പോയിൻ്റാണ് എമ്മും എന്നും. അത് എത്രയാണ്? 1 1. ആ വാല്യൂസ് നമ്മൾ അത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 4 × 1 + 3 × 1 + c എത്ര? -2 എന്നുണ്ട്. 4 × 1 4 ആണ്. 4 + 3 × 1 3 ആണ്. പ്ലസ് മൈനസ് വന്ന് മൈനസ് കിട്ടും. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ താഴെ ഇനി √a² എന്ന് പറയുന്നത് 4² ആണ്, പ്ലസ് ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3² എന്ന് വരും. √16 + 9 എത്ര വരും? √25 എന്ന് വരും താഴെ. 5/√25 എത്രയാണ്? 5 ആണ്. 5/5 എത്രയാണ്? 1 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ എല്ലാം ക്ലിയർ ആക്കിയിട്ട് പഠിക്കാം.